നമസ്കാരം. AK റൈഡർ 70 ചാനലിൽ ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സ്റ്റാൻഡേർഡ് വണ്ടിയാണ്, BS4 ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് പണികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ തരുന്ന വണ്ടി നമുക്ക് തരുമ്പോഴത്തേക്കും നമുക്ക് സമയമെടുത്താണ് നമ്മൾ ഈ പണികൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കാലതാമസം വേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമുക്കൊരു കക്ഷി ഈ വണ്ടി നമ്മളെ പണിക്ക് ഏൽപ്പിച്ചതാണ്. അതിൻ്റെ ഓരോ പാർട്സായിട്ട് നമ്മൾ ഓരോന്നും വളരെ കൃത്യമായി പണി ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇത് മാത്രമാണ് നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് നമ്മൾ പറയും ഇന്ന പണിയുണ്ട്, അത് നമുക്ക് ഇത് കറക്റ്റായിട്ട് ചോദിച്ചിട്ടാണ് നമ്മൾ ഈ പണിയെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടി പണി ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നല്ല ക്ലീനായിട്ട് ചെയ്യുന്ന വൃത്തിയായിട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബർ ഭായിമാർ കൊടുത്ത് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു അപേക്ഷയുണ്ട്. അപ്പോൾ നമ്മളൊരു എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷോക്ക് അബ്സറിൻ്റെ സീല് ചേഞ്ച് ചെയ്താൽ പോലും നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞ് അവരെ കൊണ്ട് 2 ഷോക്ക് അബ്സറിൻ്റെ സീലും ചേഞ്ച് ചെയ്യിപ്പിച്ച് ഓയിലും അതിൻ്റെ കറക്റ്റായിട്ട് ഒഴിച്ച് തന്നെ മാറേണ്ട ഒരു സ്റ്റേജ് വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിൽ ഓരോ ക്ലിപ്പായിട്ട് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തതാണ്. അത് ഞാൻ താങ്കൾക്ക് കേൾപ്പിച്ച് തരാം. ഓക്കെ, താങ്ക് യു. ഭായി, ഇത് നമ്മുടെ സ്പാർക്ക് പ്ലഗാണ്. അത് നമുക്ക് വണ്ടിയിൽ പഴയത് മാറ്റിയിട്ട് ഇത് പുതിയതാണ്. ഇത് 2 സ്പാർക്ക് പ്ലഗ് വരും കേട്ടോ ഇതിലൊന്ന് നമ്മളെ മെയിനും പിന്നെ ഒന്ന് നമ്മുടെ സെക്കൻഡറി ആണ്. അപ്പോൾ നമ്മുടെ കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ മിസ്സിങ്ങൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളിത് മാറുന്നത്. ഇത് ബോഷിൻ്റെയാണ് ഇത് നമ്മൾ സ്പാർക്ക് പ്ലഗ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് MRP ഇത് നോക്കിയിട്ട് 200 രൂപയ്ക്കകത്താണ്. 200 രൂപയാണ് കേട്ടോ. അത് കാണുന്നുണ്ടല്ലോ, 200 രൂപയാണ് കേട്ടോ ഇതിൻ്റെ MRP. അപ്പോൾ നമ്മൾ മാറുന്നുണ്ട്. ഓക്കെ. ഭായി, ഇതാണ് കണ്ടീഷൻ കേട്ടോ. നിങ്ങൾ ചോദിച്ചത് കണ്ടീഷൻ ഇതാണ്. തുരുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ ഇത് ഇതാകണ്ടോ, ഇതിനകത്തൊക്കെ തുരുമ്പുണ്ട് കേട്ടോ, തുരുമ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതാണ്ട് ഇവിടെ ഈ സൈലൻസറിൻ്റെ ഈ ഭാഗത്ത് സിൽവർ പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് കാണുന്നുണ്ടല്ലോ, അവിടെ സിൽവർ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. ഇവിടെ മുതൽ ഇവിടം വരെ സിൽവർ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. അത് ഇത്രയുണ്ട്. പിന്നെ ഇവിടെ വേറെ നമുക്കിവിടെ ബഫ് ചെയ്യാനൊന്നും പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെതാണല്ലോ. ഒരു പുതിയ സൈലൻസർ കൂടെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത്. താങ്കൾ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ചെയ്താൽ മതി. ഇപ്പം താങ്കളെ വന്ന് അതിന് മുമ്പേ നമുക്കിത് ചെയ്യണ്ട കേട്ടോ. ഇതാണ് നിങ്ങളുടെ സൈലൻസറിൻ്റെ കണ്ടീഷൻ കേട്ടോ. ഇതാണ് കണ്ടീഷൻ. ഞാനിത് എല്ലാം ഇളക്കി ഓരോന്ന് സെറ്റ് ചെയ്ത് വരെയാണ്. എഞ്ചിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത് വരെയാണ് കേട്ടോ. നിങ്ങളുടെ വണ്ടിയുടെ സെറ്റപ്പാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇതാണ് കണ്ടീഷൻ കേട്ടോ. ഇത് നമ്മുടെ ടയറാണ് കേട്ടോ, ഞങ്ങളുടെ ബാക്ക് ടയറാണിത്. ടയർ ഞാൻ ഈ റബ്ബറിൻ്റെ കാര്യമാണ് പറഞ്ഞ്, ഇതിന് വേറെ ഇപ്പം വിഷയമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ മാറണ്ട. ഈ റബ്ബറാണ്, കട്ടായി കഴിഞ്ഞാൽ ചില വിഷയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ വലിയ വിഷയമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് കിടക്കും കേട്ടോ, നമുക്കിത് മാറേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യം കൂടെയാണ് പറഞ്ഞത്. ചിലപ്പോൾ റബ്ബർ മാറേണ്ടി വരുമെന്ന് പറഞ്ഞത് ഇതാണ്. പക്ഷേ ഇതിപ്പം മാറണ്ട, ഇത് നല്ലത് തന്നെ, വേറെ ഒരു വിഷയവും ഇതിനില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബെയറിങ്ങും വേറെ വിഷയമില്ല. ബാക്ക് ബെയറിങ്ങും നമുക്കിങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആണെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിൽ അപ്പുറത്തെ ബെയറിങ് ചെറിയ വിഷയമുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആ റബ്ബറിൻ്റെ വിഷയമല്ല, പക്ഷേ ഇതിൻ്റെ ഒരു ബെയറിങ് ഇതാണ്ട് ഈ സൈഡിലുള്ള ബെയറിങ് പോയി കേട്ടോ. അതുകൊണ്ട് ഇത് ചെറിയ ഇതുണ്ട്. ഇതാ കണ്ട സൗണ്ട് കേൾക്കണം തോന്നുന്നത്. കണ്ട ഇതിനകത്തുള്ള 2 ബെയറിങ്ങാണ് വരുന്നത്, ഒരു ബെയറിങ് പോയി കേട്ടോ. അപ്പം നമുക്ക് ഇതിന് മാറുമ്പോൾ 2 ബെയറിങ് ഒന്നിച്ച് മാറാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബെയറിങ് കൂടെ മാറേണ്ടി വരും. അതാണ് ഇത് എനിക്കിപ്പോൾ നമ്മളിത് നേരെ ഇത് വെച്ച് നേരെ ഫിറ്റ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. എങ്കിലും ഞാൻ പറയാനുള്ളത് നമ്മളങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തന്നെ. ഇത് ഇവിടെയാണ് സിംഗാപുഷ്. ഇതിൻ്റെ അത് സിംഗാപുഷിൻ്റെ ഇവിടെയാണ് ഈ ചെയിൻ പാഡ് വരുന്നത്. ഇതാണ് സാധനം കേട്ടോ. ഈ ചെയിൻ പാഡ് ഇല്ലാതെ ഇതാകണ്ടല്ലോ, ഈ ചെയിൻ ഇവിടുന്ന് ഉരഞ്ഞ് കാണാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് ഉരഞ്ഞ് ഇതിനകത്ത് വരെ സ്ക്രാച്ചായി. ചെയിൻ അടിച്ച് ഇതില്ലാത്തതുകൊണ്ട്, ഈ പാഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചെയിൻ ഇവിടെ വരയുന്നത് കേട്ടോ. ഇത് നമ്മളിപ്പം പുതിയത് വാങ്ങിച്ചതാണ്. ഇത് ഇവിടെ ഇതായിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിങ്ങനെ വരും ചെയിൻ പാഡ്.
ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇതില്ലാതെയാണ് ഇത് ചെയിൻ ഇവിടെ വന്ന് ഉരഞ്ഞ് ഇത് ഇത്രയും സ്ക്രാച്ചായി. അത് നമുക്കൊന്നും കുഴപ്പമില്ല. ഇത് ചെയിൻ പാഡ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ആകും കേട്ടോ. പിന്നെ സിംഗാപുഷ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതും കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഭാഗം ക്ലിയർ ആകും. ഓക്കെ. അപ്പോൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ വണ്ടിയാണിത്. മൊത്തം പണി കഴിഞ്ഞിട്ടുണ്ട്. മാറാനുള്ള സാധനങ്ങളും ബാക്കിയുള്ള അദ്ദേഹം പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം നമുക്ക് വേണ്ടി വിട്ടു തന്നിട്ടുണ്ട് എന്തൊക്കെ പണി ചെയ്യണം എന്നുള്ളത് കണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി നന്നായിട്ട് ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോ നമ്മൾ ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത വായ്മാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്താൻ കഴിയും. ഓക്കെ, താങ്ക് യു.